നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സന്ധ്യ രഘുകുമാർ. നമുക്കെല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസങ്ങളായി ദുബായിൽ മഴയും വെള്ളക്കെട്ടുകളും അതിനോടനുബന്ധിച്ച പ്രശ്നങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. ഈ അവസരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ദുബായ് ബ്ലഡ് ഡൊണേഷൻ ബാങ്ക് ദുബായ് ബ്ലഡ് ഡ്രൈവ് നടത്താറുണ്ടായിരുന്നു. പക്ഷേ ഈ മഴയും അതിനോടനുബന്ധിച്ച പ്രശ്നങ്ങളും കാരണം കുറച്ച് ദിവസങ്ങളായി അത് മുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ബാങ്കിൽ സൂക്ഷിക്കുന്ന ബ്ലഡിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയിൽ വളരെ കുറവ് വന്നിട്ടുണ്ട്. ഇത് നമുക്കെല്ലാവർക്കും അറിയാം. ക്യാൻസർ പേഷ്യൻസ്, അതുപോലെ അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ട പേഷ്യൻസ്, ഇവരെയൊക്കെ ബാധിക്കാതിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടുന്ന ഒരു സമയമാണ്. നമ്മൾക്കറിയാം, രക്തം എന്നത് ഒഴുകുന്ന ജീവൻ എന്നാണ് പറയുന്നത്, അല്ലേ? എൻ്റെ ശരീരത്തിൽ നിന്നും ഒഴുകുന്ന ജീവൻ മറ്റൊരു ശരീരത്തിന് ജീവിതമേകുമ്പോൾ അതിലും വലിയൊരു പുണ്യപ്രവൃത്തി ഈ ഭൂമിയിൽ മറ്റെന്താണുള്ളത്? നമ്മളെല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന സമയമാണ്. നിങ്ങളോടെല്ലാവരോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ആവശ്യപ്പെടുവാനുള്ളതും ഇതുതന്നെയാണ്. രക്തദാനം മഹാദാനം. രക്തം ദാനം ചെയ്ത് ഒരു ജീവനെ രക്ഷിക്കൂ. ആർക്കാണ് രക്തം ദാനം ചെയ്യാൻ പറ്റുന്നത്? 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ആർക്കും രക്തം ദാനം ചെയ്യാം. സ്ത്രീകൾക്കാണെങ്കിൽ 4 മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാം. മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ, ആർത്തവത്തിലിരിക്കുന്ന സ്ത്രീകൾ, ഇവർക്ക് മാത്രമേ ഇതിൽ നിന്നും ഒഴിവാക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ എല്ലാ 3 മാസം കൂടുമ്പോഴും രക്തം ദാനം ചെയ്യാവുന്നതാണ്. രക്തം ദാനം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ശരീരത്തിൽ യാതൊരു ദോഷവും സംഭവിക്കില്ല. നിങ്ങളുടെ രക്തത്തിനെ അത് വീണ്ടും ശുദ്ധീകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ആർക്കാണ് രക്തം ദാനം ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ സർജറി കഴിഞ്ഞ് 1 വർഷമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് രക്തം ദാനം ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ആസ്തമ പോലെയുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പകർച്ചവ്യാധികളായിട്ടുള്ള അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ, കണ്ടിന്യൂസ് ആയിട്ട് മരുന്നുകൾ എടുക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്കും രക്തം ദാനം ചെയ്യാൻ പാടുള്ളതല്ല. അല്ലാതെ പക്ഷം ഹീമോഗ്ലോബിൻ്റെ ലെവൽ നോർമൽ ആയിട്ടിരിക്കുന്ന ആർക്കും രക്തം ദാനം ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ തന്നെ നിങ്ങളെ ചെക്കപ്പ് ചെയ്ത് നിങ്ങൾക്ക് രക്തം കൊടുക്കാൻ പറ്റുമോ, നിങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നത് കൊണ്ട് ആ സ്വീകർത്താവിന് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ, ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവർ നിങ്ങളിൽ നിന്നും ബ്ലഡ് ശേഖരിക്കുകയുള്ളൂ. സോ ഈ ഒരു അവസരം പ്രത്യേകിച്ച് എനിക്ക് മലയാളികളോട് പറയാനുള്ളത്, ഒരുപാട് നിപ്പയും കൊറോണയും പ്രളയത്തെയും ഒക്കെ അതിജീവിച്ച ഒരു വലിയ സമൂഹമാണ് നമ്മൾ മലയാളികളുടേത്. നമ്മൾ മാത്രം വിചാരിച്ചാൽ മതി ഈ ഒരു ഷോർട്ടേജിന്, രക്തത്തിൻ്റെ ഈ ഒരു ഷോർട്ടേജിന് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മളുടെ ഒത്തൊരുമയും സ്നേഹവും കെയറിങ്ങും ലോകം മൊത്തം അറിഞ്ഞതാണ്. ഇവിടെയും നിങ്ങൾ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ രക്തം ദാനം ചെയ്ത് ഓരോ ജീവനുകളെയും തിരിച്ചു പിടിക്കേണ്ട സമയമാണ്. നമ്മൾക്കെല്ലാവർക്കും അതിനായി ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം, ഒരുമിച്ച് നിൽക്കാം. ഒന്നിലധികം ആൾക്കാരോ 4 പേരോ ഒരു ഗ്രൂപ്പായിട്ട്, നിങ്ങൾക്ക് വണ്ടി ഇല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി, വണ്ടി സൗകര്യം നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. 15-ലധികം ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങോട്ടും പോരേണ്ടതില്ല. ബ്ലഡ് ഡ്രൈവിന്റെ വാഹനം നിങ്ങളെ തേടി നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ എത്തുന്നതായിരിക്കും. നമ്മൾക്ക് പല സ്ഥലങ്ങളിലും ബ്ലഡ് ഡൊണേഷൻ ചെയ്യാനുള്ള ബ്ലഡ് ഡ്രൈവിന്റെ വാഹനങ്ങൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ 1 സെക്കൻഡ് നിങ്ങൾ മറ്റുള്ളവരെ പറ്റി ഒന്ന് ചിന്തിക്കുക. മറ്റ് ഫോർമാലിറ്റികൾ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ എമിറേറ്റ്സ് ID, വാലിഡ് എമിറേറ്റ്സ് IDയുടെ ഒറിജിനലോ അതില്ലെങ്കിൽ അതിന്റെ കോപ്പിയോ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ വെറും 15 മിനിറ്റ് കൊണ്ട് 400 മില്ലിഗ്രാം രക്തം മാത്രമേ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും എടുക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് അസ്വസ്ഥതകളോ നിങ്ങളുടെ ജോലിക്ക് തടസ്സങ്ങളോ ഒന്നും തന്നെ സംഭവിക്കില്ല. ആകെ സംഭവിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന 400 മില്ലി രക്തം മറ്റൊരു ജീവനെ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സോ ഇതെല്ലാം ഒരു സാമൂഹിക പ്രതിബദ്ധതയായി കണക്കിലെടുത്ത് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിനിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മൾ രക്തം ദാനം ചെയ്ത് സമൂഹത്തിന് മാതൃകയാണ്. ഇത് കൂടാതെ ഈ രാജ്യത്തോട്, ദുബായ് എന്ന ഈ മനോഹര രാജ്യത്തോട്, എല്ലാ കാര്യങ്ങളും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഈ ഒരു രാജ്യത്തോടുള്ള നമ്മുടെ നന്ദിയും കടപ്പാടും പ്രകടിപ്പിക്കേണ്ടെന്ന സമയം കൂടിയാണ്. രക്തമില്ലാത്തതിന്റെ പേരിൽ ഒരു ജീവനും നഷ്ടപ്പെട്ടുകൂടാ പ്രിയപ്പെട്ടവരെ. ഈ ഒരു മഹാസംരംഭത്തിൽ, ഈ ഒരു മഹാദാനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വിളിക്കേണ്ടുന്ന നമ്പർ 0544872336. ഈ നമ്പറിൽ നിങ്ങൾക്ക് ചാനൽ 5+ലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുവാൻ ഞങ്ങൾ സദാ തയ്യാറാണ്. നമ്മൾക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് കൈകോർക്കാം. ചാനൽ 5+ഉം നിങ്ങളുടെ കൂടെ തന്നെ ശക്തമായി ഇതിനു വേണ്ടി നിൽക്കുകയാണ്. എല്ലാവരും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കൂ, രക്തം നൽകൂ, ജീവനുകളെ രക്ഷിക്കൂ. രക്തദാനം മഹാദാനം. നന്ദി.